ഇടുക്കി നമ്മൾ ഇന്ന് അവധി ദിവസം അപ്പോൾ ആർക്കെങ്കിലും അത്യാവശ്യമൊക്കെ പോയി കാണാനുള്ളൊരു മൂടുണ്ടെങ്കിൽ ഇല്ലേ, കോട്ടയത്തുള്ളവർക്കും ഒക്കെ ഉണ്ടെങ്കിൽ നേരെ വണ്ടി എടുത്ത് വിടാവുന്നൊരു സ്ഥലത്തേക്കാണ്. ഇടുക്കിയിലെത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറുകയാണ് ചതുരംഗപ്പാറ മലനിരകൾ. ടൂറിസം കേന്ദ്രങ്ങൾ തുറന്നതോടെ നൂറുകണക്കിന് സഞ്ചാരികളാണ് ദിനംപ്രതി ഇവിടെ എത്തുന്നത്. സഞ്ചാരികളെത്തി റെക്കോർഡിട്ടിട്ടും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമാണ് മേഖലയുടെ ടൂറിസം വികസനത്തിന് വിലങ്ങുതടിയാകുന്നത്. കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ ഉടുമ്പൻചോലയ്ക്ക് സമീപമാണ് ചതുരംഗപ്പാറ. മലമുകളിൽ കയറിയാൽ ചുറ്റും നിറയുന്ന വിദൂര കാഴ്ചകളാണ് മറ്റു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്ന് ചതുരംഗപ്പാറയെ വ്യത്യസ്തമാക്കുന്നത്. പശ്ചിമഘട്ടത്തിന്റെ പച്ചപ്പും തമിഴ്നാടിന്റെ വിദൂര ദൃശ്യങ്ങളും കാറ്റാടിപ്പാടവും ചതുരംഗപ്പാറയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കാൻ കാരണമാകുന്നു. മലമുകളിലെ കാറ്റാടിപ്പാടത്തെത്തിയാൽ അടിവാരത്ത് തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങളുടെ കാഴ്ചയും അണക്കരമെട്ട്, പുഷ്പകണ്ഠം, തേവാരമെട്ട്, മാൻകുത്തിമേട് എന്നിവയുടെ വിദൂര ദൃശ്യവും ആരെയും ത്രസിപ്പിക്കുന്നതാണ്. ഏലമലക്കാടുകളുടെ പച്ചപ്പ് തിങ്ങിയ ചിന്നക്കനാലിന്റെ കാഴ്ചയും സൂര്യനെല്ലി, ഗ്യാപ് റോഡ് എന്നിവയുടെ വിദൂര ദൃശ്യവും ഇവിടെ എത്തുന്ന യാത്രികരെ വീണ്ടും വീണ്ടും ഇവിടേക്കെത്താൻ പ്രേരിപ്പിക്കുന്നതാണ്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം മേഖലയുടെ ടൂറിസം വികസനത്തിന് വിലങ്ങുതടിയാകുന്നു. റോഡ്, ശുചിമുറികൾ, ഇരിപ്പിടങ്ങൾ എന്നിവ ഒരുക്കിയാൽ കൂടുതൽ ആളുകൾ എത്തുമെന്ന് സഞ്ചാരികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. നല്ല സ്ഥലമാണ്, പക്ഷേ ഇങ്ങോട്ട് കയറി വരാനുള്ള വഴി വളരെ മോശമായതുകൊണ്ട് നമുക്ക് വണ്ടിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്. വണ്ടി ഒരു വിധത്തിൽ അടി തട്ടാതെ ഇങ്ങ് എത്തിച്ചത്. കുറച്ചുകൂടെ വഴിയൊക്കെ നല്ലാക്കി ഇടുവാണെങ്കിൽ കൂടുതലും നല്ലതായിരുന്നു. കുറച്ചും കൂടി ആളുകൾ ഇവിടെ എത്താൻ സാധ്യതയുണ്ട്. DTPCയുടെ മേൽനോട്ടത്തിൽ സഞ്ചാരികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ചതുരംഗപ്പാറയിൽ ഒരുക്കാൻ സാധിച്ചാൽ ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായി ചതുരംഗപ്പാറ മാറും. നല്ല ഇപ്പോൾ ഉച്ചയാണെങ്കിലും നല്ല ക്ലൈമറ്റ്, നല്ല മൂഡ്, ഫ്രണ്ട്സായിട്ട് വരാൻ പറ്റിയ നല്ല സൂപ്പർ സ്ഥലമാണ്, അടിപൊളി. പക്ഷേ ഈ മഞ്ഞുള്ളാരും നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഇതിനു മുമ്പ് വന്നവർ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് കാഴ്ച നല്ല അടിപൊളിയാണെന്ന്. പക്ഷേ ഇപ്പോൾ ശരിക്കും മഞ്ഞ് കോടയാണ്, അത് കാരണം നമുക്ക് കറക്റ്റായിട്ട് വ്യക്തമല്ല. എന്നാലും കൊള്ളാം, സൂപ്പർ. തമിഴ്നാടിന്റെ അധീനതയിലാണ് ചതുരംഗപ്പാറ മലനിരകൾ. തമിഴ്നാട് വൻ ടൂറിസം സാധ്യതയാണ് ഇവിടെ കാണുന്നതും. തേവാരമെട്ട് റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ ചതുരംഗപ്പാറയിൽ ടൂറിസം വികസന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുവാൻ ഒരുങ്ങുകയാണ് തമിഴ്നാട് ടൂറിസം വകുപ്പ്. ന്യൂസ് 18 ഇടുക്കി.